ഇന്ന് പറയാൻ പോകുന്നത് ചെടികൾ എങ്ങനെ പരിപാലിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇത് ചാമ്പയാണ്. ഞാനിത് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ വളപ്രയോഗ രീതി എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇടുമായിരുന്നു, ചാണകപ്പൊടിയൊക്കെ മേടിച്ചിടുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ചെടികൾ കുറെ നശിച്ചു പോയതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് പച്ചക്കറി വേസ്റ്റാണ് ഈ കാണുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ മീൻ വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന്റെ ബാക്കി വരുന്ന ഭക്ഷണം, അതൊക്കെ നമുക്ക് ഈ ഡ്രമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന രീതി ഇതാണ്. ഒരുപാട് പൂത്ത് നേരത്തെ ചാമ്പ ഉണ്ടായി, അത് ഞങ്ങൾ പറിച്ചു കഴിച്ചത് രണ്ടാമത് വീണ്ടും പൂത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കിലോ പേരാണ്. കഴിഞ്ഞ പ്രാവശ്യം പേരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ചെടിയിൽ തന്നെ, ഈ ഡ്രമ്മിൽ തന്നെ മറ്റുള്ള അധികം വേര് പിടിക്കാത്ത എന്തെങ്കിലുമൊക്കെ വെച്ചു പിടിപ്പിക്കുക. ഇത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക ഇതിൽ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. സ്റ്റാർ ഫ്രൂട്ട് കുറെ പറിച്ച് ഒരെണ്ണം വലുത് ഉണ്ടായി കിടക്കുന്നതാണ്. ഇതിന്റെ ചൂട്ടിൽ നമുക്ക് ചീര എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ വെച്ചു പിടിപ്പിക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്ത് ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം കട്ട് ചെയ്തതാണ്. ചീരയാണത്, വെള്ളച്ചീര. മുളക് തൈ വെച്ചിട്ടുണ്ട്. അധികം വേര് പിടിക്കാത്ത എന്ത് സാധനവും നമുക്ക് ഇതുപോലെ വെച്ചു പിടിപ്പിക്കാവുന്നതാണ്. ഇത് ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ്. ബ്രിട്ടീഷ് പുളിയാണത്. അതിലൊരു മുളക് തൈ അതിൻ്റെ കൂടെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് കാണാം. മുളക് തൈയാണ് കാണാം. അത് ഒരുപാട് മുളക് പറിച്ചാണ്. ഇനിയിപ്പോ കുറച്ച് മുളക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് 2-3 ഗുണങ്ങളുണ്ട് ഇങ്ങനെ ഡ്രമ്മിൽ വെക്കുന്നതുകൊണ്ട്. സ്ഥല സൗകര്യം കുറവുള്ളവര് ഈ രീതി അവലംബിക്കാവുന്നതാണ്. ഇത് ചെമ്മീൻ പുളി എന്ന് പറയും. അതും പൂത്തുണ്ട്. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസമേ ഉള്ളൂ. പൂ വന്നു തുടങ്ങി. ഇതൊരു വലിയൊരു മുളക് ഉണ്ടായിരുന്നു. അത് പറിച്ച് എടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് മുളക് തൈ വെച്ചിരിക്കുന്നതാണ്. അധികം വേര് പിടിക്കാത്ത എന്ത് സാധനം നമുക്ക് ഇതിന്റെ കൂടെ വെച്ചു പിടിപ്പിക്കാം. അതാണ് ഇതുകൊണ്ടുള്ള ഗുണം. പിന്നെ കല്ലടിയിൽ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രമ്മിന് ഓളുണ്ടാവുമല്ലോ, ആ ഓളിൽ കൂടി വേര് താഴേക്ക് ഇറങ്ങാതിരിക്കാനും പിന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് അത് ഒഴിവാക്കാനും കൂടിയാണ് ഇനി കല്ല് വെച്ച് പൊക്കി വെച്ചിരിക്കുന്നത്. വേര് ഹോളിൽ കൂടി ഇറങ്ങി അടിയിലേക്ക് മണ്ണിലേക്ക് വേരിറങ്ങിയാൽ പിന്നെ അത് അങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനാ നമുക്ക് ബുദ്ധിമുട്ട് ചെയ്യും. അതാണ് ഈ രീതി. ഇപ്പൊ നമുക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. ഇപ്പൊ ഇതെടുത്ത് ആ ഭാഗത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. വേറൊരു ഇതാണ് മാവ് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് 5-6 മാങ്ങകൾ പറിച്ച് കഴിച്ചാണ്. ഇത് കുടംപുളി കഴിഞ്ഞ തവണ പൂത്ത് 2-3 കിട്ടി. അതും ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് തണൽ കിട്ടുന്ന എന്തെങ്കിലും ചെടി, നശിച്ചു പോയിരിക്കുന്ന ചെടികൾ വേണമെങ്കിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മാവാണ്, മണ്ണിൽ വെച്ചിരിക്കുന്നത്. ഒരു 10 കൊല്ലം ഇങ്ങനെ ഉണ്ട്. ഇതുവരെ കായ്ച്ചിട്ടില്ല. ആണോ, വലിയ മാവാണ്. ബഡ് ചെയ്ത മാവ് കൃഷിഭവനിൽ നിന്ന് തന്നതാണ്. ഒരെണ്ണം ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. 2 ഇതുവരെ കായ്ച്ചിട്ടില്ല. ആ സമയത്ത് ഈ ഡ്രമ്മിൽ വെക്കുന്നത് എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. ഡ്രമ്മിൽ വെക്കുന്നത് നമ്മൾ എന്ത് സാധനം വെച്ചാലും കായ്ക്കും. അതിന് ഉദാഹരണമാണ് ഈ കാണുന്നത്. മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടോ?
അത് 20 ലിറ്ററിന്റെ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. പെയിന്റ് ടിന്നിലാണ് വെച്ചിരിക്കുന്നത്. മാങ്ങ ഉണ്ടായി കിടക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം 5-6 മാങ്ങ ഇതിൽ നിന്ന് കിട്ടി. അവന് സീതപ്പഴം അവൻ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നു. സീതപ്പഴം ഉണ്ടായി കിടക്കുന്നതാണ്. അപ്പൊ ഈ രീതി നിങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെടികളും നന്നാവും. അടുത്ത പറമ്പിലേക്ക് വേസ്റ്റുകൾ ഇടാതിരിക്കാനും നമുക്ക് കഴിയും. അതിപ്പോ എന്ത് സാധനം നമുക്ക് ഇതേപോലെ ഇടാം. ഇതൊക്കെ പച്ചക്കറി വേസ്റ്റും ഒക്കെയാണ് വേണ്ട. പച്ചക്കറി വേസ്റ്റായി കിടക്കുന്നത്. 1 മാസം കഴിയുമ്പോൾ നമ്മൾ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് അത് ഇതിന്റെ കൂടെ തന്നെ മണ്ണിലേക്ക് ലയിക്കുന്നതാണ്. മുട്ടത്തൊണ്ട് ചോറിന്റെ ഒക്കെ കിടക്കുന്ന കാണാം. അത് തന്നെ ഇതിൽ കിടന്ന് അത് വളവുമായിട്ട് മാറും.